അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത വർഷം ആദ്യം, അതായത് ഏപ്രിൽ മാസത്തിൽ ചൈന സന്ദർശിക്കും എന്നൊരു വാർത്ത വരുന്നു. അതിന് തൊട്ടു പിന്നാലെ വരുന്ന മറ്റൊരു വാർത്ത, അമേരിക്കയുടെ സൈനിക സഖ്യകക്ഷികളിൽ പെടുന്ന ജപ്പാൻ അമേരിക്കയുടെ കൂടെ നിയന്ത്രണത്തിലുള്ള ഈ ചൈന അവകാശവാദം ഉന്നയിക്കുന്ന യോനാഗുനി ദ്വീപുകളിൽ മിസൈലുകൾ വിന്യസിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചൈനയും ജപ്പാനും തമ്മിൽ കൊമ്പുകോർക്കുകയാണ്, സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഈ യോനാഗുനിയിലെ ഈ കുന്നുകൾ അതൊരു സൈനിക താവളമാണ്. ഇത് അമേരിക്കയോട് കൂടി നിയന്ത്രണത്തിലുള്ള സൈനിക താവളമാണ്. കാരണം ജപ്പാന്റെ സൈനിക സേനയുടെ കരുത്ത് അമേരിക്ക തന്നെയാണ്. തായ്വാനിൽ നിന്ന് 112 കിലോമീറ്റർ അകലെയുള്ള ഈ സൈനിക താവളത്തിൽ അമേരിക്കയുടെ കൂടെ ഇപ്പോൾ നിരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജപ്പാൻ അമേരിക്കയുടെ സൈനിക ശക്തിയായി നിലകൊള്ളുമ്പോൾ തന്നെ ചൈനയുടെ ഭാഗത്ത് നിന്ന് ജപ്പാന് നേർക്ക് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായി തന്നെ അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വരും. ഇത് കൂടി മുന്നിട്ട് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം. ഇത് കൂടാതെ തന്നെ ഇതിന് സമീപമുള്ള ഇഷിഗാക്കി മിയാക്കോ ദ്വീപുകളിലും ജപ്പാൻ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ അമേരിക്കയുടെ നിരീക്ഷണ വിമാനങ്ങളും ഇതിന് സമീപം കപ്പലുകളും മറ്റുമൊക്കെ വിന്യസിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. ഇതൊക്കെ ചൈന തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ദ്വീപുകൾ കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തായ്വാൻ കടലിടുക്കിനും കിഴക്കൻ ചൈന കടലിടുക്കിനും ഇടയിലുള്ള പാതയിലൂടെയാണ് ഈ വരുന്ന കപ്പലുകളും മറ്റുമൊക്കെ കഴിഞ്ഞ് കുറേ നാളുകളായി ചൈന അതിൻ്റെ പെർമിഷനും മറ്റുമൊക്കെ നിഷേധിക്കുകയും നിരോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതാണ് സംഘർഷത്തിന് പെട്ടെന്നുണ്ടായ കാരണം. അതായത് ജപ്പാനെതിരെയല്ല, ഇനി തായ്വാനെതിരെ ചൈന ഒരു നീക്കം നടത്തിയാലും അത് ആ നീക്കത്തിന് തടയിടുന്നതിന് ഒരു മുന്നൊരുക്കം ജപ്പാനിന് മുന്നിൽ നിർത്തിക്കൊണ്ട് ട്രംപ് നടത്തുന്ന നീക്കമായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നു. കാരണം ഒരു ഭാഗത്ത് ട്രംപ് ചൈനയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു, ചൈന സന്ദർശിക്കുന്നു, മറുഭാഗത്ത് അമേരിക്കയുടെ തന്നെ വലങ്കൈയായ ജപ്പാനെ കൊണ്ട് ഇത്തരത്തിൽ മിസൈലുകളും മറ്റും വിന്യസിച്ചുകൊണ്ട് ഒരു പോർവിളി മുഴക്കുന്നു. അതായത് അന്യൻ സിനിമയിലെ നായകനായ വിക്രത്തിന്റെ അമ്പിയും അന്യനും പോലത്തെ ഒരു കഥാപാത്രമായി ട്രംപ് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.